നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും 661 കോടി രൂപ കണ്ടുകെട്ടിയ ശേഷം ഇപ്പോഴിതാ ഇ.ഡി. മറ്റൊരു വലിയ നേതാവിനെതിരെ ഒരു സുപ്രധാനമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പഴയ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഈ നടപടി എന്നുള്ളതാണ്. കേസിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ ഡാൽമിയ സിമന്റ്സ് ലിമിറ്റഡിന്റെ 27.5 കോടി രൂപയുടെ ഓഹരികളും 377.2 കോടി രൂപയുടെ ഭൂമിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി കണ്ടുകെട്ടി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നിരുന്നാലും പിടിച്ചെടുത്ത സ്വത്തിന്റെ ആകെ മൂല്യം 793.3 കോടി രൂപയാണെന്ന് DCBL അവകാശപ്പെട്ടിട്ടുണ്ട്. 2011 രജിസ്റ്റർ ചെയ്ത CBI കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. 2011 ജഗൻ മോഹൻ റെഡ്ഡിയുടെ ഉടമസ്ഥതയുള്ള ഭാരതി സിമന്റ്സ് കോർപ്പറേഷന്റെ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഡാൽമിയ സിമന്റ്സ് നിക്ഷേപം നടത്തി എന്നായിരുന്നു ആരോപണം. ജഗൻമോഹൻ റെഡ്ഡിയുടെ കാർമൽ ഏഷ്യ ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, സരസ്വതി പവർ ആൻഡ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹാർഷ് ഫെയിം എന്നിവയിലെ ഓഹരികളുമായി ബന്ധപ്പെട്ടാണ് ഇ.ഡി. നിലവിൽ പിടിച്ചെടുത്ത ഓഹരികൾ. DCBL റഘുറാം സിമന്റ്സ് ലിമിറ്റഡിൽ 95 കോടി രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് ഇ.ഡി. പറയുന്നത്. ഇത് സംബന്ധിച്ച് ജഗൻമോഹൻ റെഡ്ഡി പ്രതിനിധീകരിച്ച റഘുറാം സിമന്റ് ലിമിറ്റഡിൽ DCBL 95 കോടി രൂപ നിക്ഷേപിച്ചതായി ഇ.ഡി. പറയുന്നു. പകരമായി ജഗൻ തന്റെ പിതാവും അന്നത്തെ മുഖ്യമന്ത്രിയുമായ YS രാജേശ്വര റെഡ്ഡിയുടെ സ്വാധീനം ഉപയോഗിച്ച് കടപ്പ ജില്ലയിൽ 407 ഹെക്ടർ ഭൂമി DCBLന് ഖനന പാട്ടത്തിന് നേടിക്കൊടുത്തതായുള്ള ആരോപണവും നിലവിലുണ്ട്. YS ജഗൻമോഹൻ റെഡ്ഡി, മുൻ MP V വിജയ് സായ് റെഡ്ഡി, DCBLന്റെ പുനീത് ഡാൽമിയ എന്നിവർ തമ്മിലുള്ള കരാർ പ്രകാരം രഘുറാം സിമന്റ്സ് ലിമിറ്റഡിന്റെ ഓഹരികൾ ഫ്രഞ്ച് കമ്പനിയായ പാർഫിസിമിന് 135 കോടി രൂപയ്ക്ക് വിറ്റതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 55 കോടി രൂപ 2010 മെയ് മുതൽ 2011 ജൂൺ വരെ ഹവാല വഴി ജഗന് പണമായി നൽകി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.